ഉദ്യോഗാർത്ഥികളെ, ബയോളജി ടോപ്പിക് വൈസിന്റെ പുതിയ SCRT-യിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ലെസൺ ദഹനവും പോഷക സംവഹനവുമാണ്. അതിൽ നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞ ലെസൺസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലെ? ഏതൊക്കെയാണ് ഇതുവരെ എടുത്ത ലെസൺസ്? നമ്മൾ ഇന്ദ്രിയ ജാലം എടുത്തു കഴിഞ്ഞു, നിവർന്നു നിൽക്കാം അസ്ഥി വ്യവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ ജീവന്റെ കുഞ്ഞറകൾ കോശം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ വന്നിട്ട് ആഹാരത്തിലൂടെ ആരോഗ്യം കഴിഞ്ഞു, മനുഷ്യ ശരീരം ഒരു വിസ്മയം, അതില് രക്തപര്യന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും കഴിഞ്ഞു. മനുഷ്യ ശരീരം ഒരു വിസ്മയത്തിൽ ദഹനവും ശ്വസനവും കഴിഞ്ഞു. ജീവന്റെ ഉത്ഭവം ജീവികളുടെ കഴിഞ്ഞു, കോശങ്ങളും കോശജാലകങ്ങളും കഴിഞ്ഞു. കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, അതിൽ കോശ വിഭജനം പ്രത്യുൽപാദന വ്യവസ്ഥ കഴിഞ്ഞു. അതേപോലെ ജീവൽ പ്രക്രിയകളിലേക്ക് കോശം, അതിനെ കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ മുഴുവനായിട്ട് അരിച്ചു പെറുക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവുമാണ്, അതായത് ഹാർട്ട്, ഹൃദയം അല്ലേ? ഓക്കെ, അപ്പോ ഇത് എന്താണ്, നമുക്ക് നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും 10ാം ക്ലാസ് നിലവാരമാണെങ്കിലും +2 നിലവാരമാണെങ്കിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കേണ്ട SCRT-യിലെ ബയോളജി ലെസൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഇത്രയും ലെസൺസ് ഉണ്ട്, രോഗങ്ങളും രോഗകാരികളും ഇത്രയും ലെസൺസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരോ ലെസൺ വെച്ചിട്ട് ഡെയിലി ചെയ്തു വരികയാണ്. അപ്പൊ നമുക്ക് നാളെ മൊത്തം എന്ത് ചെയ്യാന്നറിയോ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെസൺസും കൂടി ഇടയിൽ ഒരു ദിവസം ബയോളജി ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ഡെയിലി നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ ചിലപ്പോൾ ബോറായാലോ എന്ന് പേടിച്ചിട്ടാണ് ക്ലാസ് നിർത്തല്ല, പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ എനിക്കിതിൽ വ്യൂസ് ഒക്കെ ഭയങ്കര കമ്മിയാണ് എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇടയിൽ കൂടെ ഒരു ദിവസം ബയോളജി ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷന്റെ SCRT ലെസൺ എടുക്കാം. അപ്പൊ അങ്ങനെ ബയോളജി ഒപ്പം കഴിയട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയട്ടെ, എന്നിട്ട് അടുത്തത് എക്കണോമിക്സ് എടുക്കുക, ജോഗ്രഫി, അങ്ങനെ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ എടുത്തെടുത്ത് പോവുക കേട്ടോ. കൂടെ വൈകുന്നേരം ഒരു ക്ലാസ് ഇനി മുതൽ തൊട്ട് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കുറച്ചെടുത്ത് നിർത്തി വെച്ചിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും വൈകുന്നേരം എടുത്തുതരാം. രാവിലെ ന്യൂ SCRT-യും വെക്കോട്ടെ, വൈകുന്നേരം ഇംഗ്ലീഷും മലയാളവും വെക്കോട്ടെ. മാർക്ക് സുരക്ഷിതമായ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ദഹനവും പോഷക സംവഹനവുമാണ് ലെസൺ കേട്ടോ. 9ാം ക്ലാസ്സിൽ ഏതാണ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയോ നമുക്ക് പഠിക്കാനുള്ളത്? അതിൽ ദഹന വ്യവസ്ഥയെ കുറിച്ച് പഠിക്കാനുണ്ട്. യാന്ത്രിക ദഹനവും രാസിക ദഹനവും പഠിക്കണം. പോഷകാഗ്രഹണം, വില്ലസുകള്, രക്തം, ലിംഫ് ഘടകങ്ങള്, രക്തപര്യനം, ഹൃദയത്തിന്റെ ഘടന, ഹൃദയസ്പന്ദനം, രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം, സംവഹനം, സസ്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പാരഗ്രാഫ്, ഇത് ഫുള്ള് ഒന്ന് വായിക്കാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ വായിക്കുക, ഞാൻ ഇതിപ്പോ വായിച്ചു തരാം. വായിച്ചു തരുമ്പോ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അടുത്തതിൽ എടുത്തുതരാം. അപ്പൊ അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം കേട്ടോ. നോക്കാം. ജലം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റമിനുകൾ, മിനറലുകൾ മുതലായവ പോഷക ഘടകങ്ങളും നാരുകളും ശരിയായ അനുപാതത്തിൽ അടങ്ങിയ സമീകൃത ആഹാരം ആരോഗ്യത്തിന് ആവശ്യമാണ്. എന്താണ് സമീകൃത ആഹാരം? നമ്മുടെ ശരീരത്തിൽ ജലം വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ് വേണം, വിറ്റമിൻ വേണം, മിനറൽസ് വേണം, അതുപോലെ നാരുകൾ വേണം. ഇതെല്ലാം ഓവർ കൂടുതലാകാൻ പാടില്ല, കുറയാൻ പാടില്ല. ശരിയായ അനുപാതത്തിൽ അടങ്ങിയതിനെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം സ്വീകരിക്കുന്ന ജന്തുക്കളിൽ അത് ദഹനത്തിന് വിധേയമായി ലഘു ഘടകങ്ങളാവുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം എന്ത് ചെയ്യും? ജന്തുക്കൾ സ്വീകരിക്കും അല്ലേ? എന്നിട്ട് അത് ദഹനത്തിന് വിധേയമാകും. എന്തും കഴിച്ച എന്താകണം? ദഹനത്തിന് വിധേയമാകണം. എന്നിട്ട് അത് എന്താകും? ലഘു ഘടകങ്ങളാകുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതവിടെ ഇതുവരെ ഓക്കെ ആയല്ലോ? ഇത് ഓക്കെ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മനുഷ്യനിൽ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളായ വായ, ആമാശയം, ചെറുകുടൽ പഠിച്ചോ? അടുത്ത എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോ? നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ച. ദഹനം, നമ്മൾ ആഹാരം കഴിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോ അത് ദഹിക്കണം അല്ലേ? ദഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആഹാരം കഴിക്കണം. അത് എവിടെ കഴിക്കും? വായിൽ കൊണ്ടിടും അല്ലേ? എന്നിട്ട് അത് നേരെ എവിടെ എത്തും? ആമാശയത്തിലെത്തും. ആമാശയത്തിൽ നിന്ന് അതിന്റെ ദഹന പ്രക്രിയകളൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. മനസ്സിലായോ? വായിൽ ഭക്ഷണം കരുതി ആമാശയത്തിലേക്ക് പോയി ചെറുകുടലിൽ വെച്ചിട്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലോസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിലാണ് അല്ലേ? അവിടെ ഒരു ഏരിയ മനസ്സിലാക്കിയല്ലോ. എന്നിവിടങ്ങളിൽ യാന്ത്രികവും
രാസികവുമായ ദഹനം നടക്കുന്നു. ഉമിനീർ ഗ്രന്ഥികളും ആമാശയവും പാൻക്രിയാസും ചെറുകുടലും സ്രവിക്കുന്ന ദഹനരസങ്ങളിൽ അടങ്ങിയ എൻസൈമുകളാണ് രാസിക ദഹനത്തിന് സഹായിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടോ, നല്ല കൂളായിട്ടിരിക്കണേ. മൈൻഡ് ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ബയോളജി പഠിക്കുക എന്നുള്ള രീതിയിലൊന്നും ഇരിക്കണ്ട. ആസ് യൂഷ്വൽ സിമ്പിൾ. ഓക്കെ, ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹനം പൂർത്തിയാകുന്നത് യാന്ത്രിക രൂപത്തിലുണ്ട്, രാസിക രൂപത്തിലുണ്ട്. ശ്രദ്ധിച്ചോ, രാസിക രൂപത്തിലുണ്ട്, യാന്ത്രിക രൂപത്തിലും. രാസിക രൂപത്തിലും യാന്ത്രിക രൂപത്തിലും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ദഹനം പൂർത്തിയാകുന്നുണ്ട്. ഈ രാസിക രൂപത്തിൽ ദഹനം പൂർത്തിയാകണമെങ്കിൽ എന്താകണം? അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കണമല്ലേ? അതിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചു പഠിച്ചു വെക്കുക. രാസിക ദഹനത്തിന് സഹായിക്കുന്നത് ഉമിനീർ ഗ്രന്ഥി. എന്താണ് പഠിക്കുന്നത്? ഉമിനീർ ഗ്രന്ഥി. പഠിച്ചോ? ഒന്ന് ഉമിനീർ ഗ്രന്ഥി, അതേപോലെ ആമാശയം, പാൻക്രിയാസ്, ചെറുകുടല്. 4 പഠിച്ചോ? ഉമിനീർ ഗ്രന്ഥി. നമ്മുടെ വായിലല്ലേ ഭക്ഷണം ഇടുന്നത്? നമ്മളിവിടെ പഠിച്ചില്ലേ? വായ, ആമാശയം, ചെറുകുടൽ എന്നിവ ദഹനത്തിന്റെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഈ വായിലെ നാക്കിലാണല്ലോ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ആണ്. ആമാശയം അവിടെ നമ്മൾ ചെറുകുടൽ, നേരത്തെ പറഞ്ഞ ചെറുകുടൽ, അതിന്റെ കൂടെ പാൻക്രിയാസും. ഇവ സ്രവിക്കുന്ന ദഹനരസങ്ങളിൽ അടങ്ങിയ ഇവയിൽ നിന്നുള്ള എൻസൈമുകളാണ് രാസിക ദഹനത്തിന് സഹായിക്കുന്നത്. പഠിച്ചു വെച്ചല്ലോ. ഇനി ദഹനഫലമായി ലഭിക്കുന്ന പോഷക ഘടകങ്ങളും ജലവും വിറ്റമിനും ചെറുകുടലിനുള്ളിലെ വില്ലസുകൾ വഴിയാണ് മുഖ്യമായും ലിംഫിലേക്കും രക്തത്തിലേക്കും തുടർന്ന് എക്സ്ട്രാ സെല്ലുലാർ ദ്രവത്തിലേക്കും, അതായത് ടിഷ്യൂ ദ്രവത്തിലേക്കും എത്തുന്നത്. മനസ്സിലായോ? ഈ രാസിക ദഹനം കഴിഞ്ഞ് രാസിക ദഹനമൊക്കെ സംഭവിച്ചു. അങ്ങനെ അതിന്റെ ദഹനമൊക്കെ നടന്ന് അതുവഴി ലഭിക്കുന്ന എന്തൊക്കെ ലഭിക്കും? ദഹനങ്ങളൊക്കെ പൂർത്തിയാകുമ്പോ പോഷക ഘടകങ്ങളും ജലവും വിറ്റമിനും ഒക്കെ നമ്മുടെ ചെറുകുടലിനുള്ളിലെ വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെറുകുടലിനുള്ളിൽ. വില്ലസുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വില്ലസുകൾ ചെറുകുടലിനുള്ളിൽ വഴിയാണ് മുഖ്യമായും എവിടേക്ക് എത്തുക? വില്ലസ് വഴിയാണ് കേട്ടോ. ചെറുകുടലിൽ കാണുന്ന വില്ലസുകൾ വിരല് പോലെ ആയിരിക്കും, വിരലിന്റെ ആകൃതിയിലാണ് വില്ലസുകൾ കാണപ്പെടുക കേട്ടോ. വില്ലസുകൾ വഴിയാണ് മുഖ്യമായും എവിടേക്ക് എത്തുക? ലിംഫിലേക്കും രക്തത്തിലേക്കും പിന്നീട് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം എത്തുന്നത്. ഈ ദ്രവത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ കോശങ്ങളിലേക്ക് എത്തുകയും സ്വാംശീകരിക്കപ്പെടുകയും, അതായത് സ്വാംശീകരിക്കപ്പെടുക പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു ദഹന പ്രക്രിയത്തിന്റെ പ്രവർത്തന ഫലം? ഇതിൽ രാസിക ദഹനം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ചെറുകുടലിൽ നിന്നും വില്ലസുകളിലേക്കുള്ള ലാക്റ്റയിലൂടെ കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്ന ഫാറ്റി ആസിഡും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്നത് ഏതെന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ട് ഫാറ്റി ആസിഡ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കൊഴുപ്പ്. അപ്പൊ ഫാറ്റി ആസിഡ്. ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച് ക്രമേണ മഹാസിരിയിലെ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നു. ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള രക്തലോമികകളിലൂടെ പോർട്ടൽ സിര വഴി കരളിലേക്കും അവിടെ നിന്ന് ഹൈപ്പാറ്റിക് സിരിയിലൂടെ മഹാസിരിയിലെ രക്തത്തിലേക്കും എത്തിച്ചേരുന്നു. ഹൃദയത്തിലെത്തുന്ന ഈ പോഷക ഘടകങ്ങളെല്ലാം മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് സിസ്റ്റമിക് പര്യയനം എന്ന് അറിയപ്പെടുന്നു. നന്നായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഞാൻ പഠിച്ചുതരാം. ഇപ്പൊ ഇവിടെ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നല്ല ബുദ്ധിമുട്ടാണ് ഇത്. ഈ ഒരു ലെസൺസിൽ നമുക്ക് നമ്മുടെ PSC ചോദിച്ച ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ ഇന്നത്തെ ഈ ലെസണിലുണ്ട്. ഒരു നടയ്ക്ക് പോകുന്ന ഈ ലെസൺ ഒന്നും അല്ലാന്നും എനിക്കറിയാം. നമുക്ക് അതിനനുസരിച്ചിട്ട് സമാധാനത്തിൽ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുകുടലിൽ നിന്നും വില്ലസുകളിലുള്ള എന്താണ്? വില്ലസുകളിൽ കാണപ്പെടുന്നത് എന്താണ്? ലാക്റ്റിയ കേട്ടോ. വില്ലസുകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ലാക്റ്റിയ. വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെയാ? ചെറുകുടലില്. ചെറുകുടലിലാണ് എന്ത് കാണപ്പെടുന്നത്? വില്ലസുകൾ കാണപ്പെടുന്നത്. വില്ലസുകളിലാണ് എന്ത് കാണപ്പെടുന്നത്? ലാക്റ്റിയ കേട്ടോ. ഈ ലാക്റ്റിയയിലൂടെ കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും. കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്നത് ഏതാണ്? ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. കൊഴുപ്പിന്റെ ദഹന ഫലമായിട്ടുണ്ടാകുന്നത് എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച് മഹാസിരിയിലെ രക്തത്തിലേക്ക് എത്തുകയാണ്. ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള ലോമികകളിലൂടെ, ഇവിടെ ഏതാന്ന് പറഞ്ഞ ലാക്റ്റിയയിലൂടെ. ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ ശ്രദ്ധിച്ച് പറഞ്ഞുതരാം. ഒത്തിരി ക്വസ്റ്റ്യൻസിനെ പെടുത്തരാ, പേടിക്കണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആകണ്ട. ലാക്റ്റിയയിലൂടെയാണ് കൊഴുപ്പിലൂടെ ദഹനപരമായിട്ടാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പോകുന്നത് എങ്കിൽ രക്തലോമികകളിലൂടെ, അതായത്
ഇവിടെ എന്താ പറഞ്ഞത്? വില്ലസുകളിലുള്ള രക്തലോമികകളിലൂടെ, വില്ലസിലുള്ള രക്തലോമിക ഇവിടെ ലാക്റ്റി ആണെങ്കിൽ ഇവിടെ ലോമികകളിലൂടെ പോർട്ടൽ സിര വഴി ഇവിടെ മഹാസിരയാണ്, അവിടെ മഹാസിര, ഇവിടെ പോർട്ടൽ സിര വഴി കരളിലേക്കും അവിടെ നിന്ന് ഹെപ്പാറ്റിക് സിരയിലൂടെ മഹാസിരയിലെ രക്തത്തിലേക്കും എത്തിച്ചേരുന്നു. അങ്ങനെയാണ് സിസ്റ്റമിക് പര്യനം ഒക്കെ നടക്കുന്നത്. ഇനി പൾമണറി പര്യനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ കുറഞ്ഞ രക്തം ഹൃദയത്തിൽ നിന്നും ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തി ഓക്സിജൻ സ്വീകരിച്ച ശേഷം ശ്വാസകോശ സിരയിലൂടെ ഹൃദയത്തിലേക്ക് തന്നെ എത്തുന്നു. ഇതാണ് പൾമണറി പര്യനം എന്ന് അറിയപ്പെടുന്നത്. സിസ്റ്റമിക് പൾമണറി പര്യനത്തിലൂടെ ഒരു ഭാഗത്തുള്ള രക്തം 2 പ്രാവശ്യമായി ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യന്റെ രക്തപര്യനം ദ്വിപര്യനം. മനുഷ്യന്റെ രക്തപര്യനം പ്രീവിയസ് ചോദ്യമാണ്, ദ്വിപര്യനമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഏരിയ നല്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഇങ്ങോട്ട് എടുത്തരാം. ഓക്കെ, ഇനി ഇതവിടെ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എത്താൻ. ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പുറത്തേക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും രക്തം വഹിക്കുന്ന കുഴലാണ് ധമനികൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഹൃദയം മനസ്സിൽ കണ്ടേ, നമ്മുടെ ഹൃദയം മനസ്സിൽ കണ്ടോ? ആ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസകോശങ്ങളിലേക്കും ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്കും ശരീരഭാഗങ്ങളിലേക്കും രക്തം വഹിക്കുന്ന കുഴലാണ് ധമനി. ഹൃദയത്തിൽ നിന്ന് ആണെങ്കിൽ ധമനി, ഇനി മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കാണെങ്കിൽ അത് സിര. മനസ്സിലായോ? ധമനി. അപ്പൊ ഒറ്റൊന്ന് പഠിച്ചു വെച്ചേ, നമ്മുടെ ഹൃദയം നമ്മുടെ ഏറ്റവും മനുഷ്യ ശരീരത്തിൽ അത്യന്താപേക്ഷിതമായ ഹൃദയം നിലച്ചാൽ നമ്മൾ കാറ്റുപോയില്ലേ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ആണ് രക്തം വഹിക്കുന്ന കുഴലിനെയാണ് ധമനി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിര എന്ന് പഠിക്കുക. ശ്വാസകോശങ്ങളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒക്കെ രക്തം വഹിക്കുന്ന കുഴലാണ്, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലാണ് സിരകൾ. ധമനിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിച്ചു കാണുന്ന ചെറു കുഴലാണ് ലോമിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ലോമിക കേട്ടോ. ഈ ലോമികയിൽ നിന്നും പോഷക ഘടകങ്ങളും ഓക്സിജനുകളുമായി കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന ദ്രാവകമാണ് ഏത്? ടിഷ്യൂ ദ്രവം അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പഠിച്ചല്ലോ. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും സിരകളിലേക്കുമാണ് രക്തം പോകുന്നത് എങ്കിൽ അതിന് ധമനികൾ വഴിയാണ് പോകുന്നത്. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് രക്തത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ അത് സിരകൾ വഴിയാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറുകുകളാണ് ലോമികകള്. ഈ ലോമികകളിൽ നിന്നും പോഷകഘടകങ്ങളും ഓക്സിജനുമായി കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന ദ്രവമാണ് ടിഷ്യൂ ദ്രവം. ഇനി എന്താണ് പെരികാർഡിയം? നോക്കിക്കേ, പ്രീവിയസ് ചോദ്യമാണ്. പെരികാർഡിയം എന്ന ഇരട്ട സ്ഥാപനമുള്ള ഹൃദയത്തിന് 4 അറകളുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. പഠിച്ചു വെച്ചെണ്ണം. പ്രീവിയസ് ചോദ്യമാണ്. ഹൃദയത്തിന് അറകളുടെ എണ്ണം 4. ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയം. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. വലത് ഇടത് ഏട്രിയങ്ങളും അതിന് താഴെ വലത് ഇടത് വെൻട്രിക്കിളും. ഓക്കെ, 4 അറകൾ എന്ന് പറഞ്ഞില്ലേ. ഈ 4 അറകളില് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് ഏട്രിയം. ഈ ഏട്രിയത്തിന്റെ താഴെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് വെൻട്രിക്കിൾ. അപ്പൊ എത്രയായി? 4 അറകളായി. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന ഊർധ്വ അധ മഹാസിരകൾ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? സിരകൾ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതാണ് അല്ലെ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് രക്തം വഹിക്കുന്ന സിരകള് വലത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്നു. അത് ട്രൈക്കാസ്പീഡ് വാൽവിനുള്ളിലൂടെ താഴെയുള്ള വലത് വെൻട്രിക്കിലും തുറന്ന ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം ശ്വാസകോശ സിരയിലൂടെ ഇടത് ഏട്രിയത്തിലേക്കും തുറന്ന ബൈക്കാസ്പീഡ് വാൽവിനുള്ളിലൂടെ താഴെ ഇടത് വെൻട്രിക്കിലേക്കും എത്തിച്ചേരുന്നു. ഇപ്പോ ആകെ അവിൽ പരുവം ആയിട്ടുണ്ടാകും എന്ന് തീർച്ചയാണ്. എന്ത് വെൻട്രിക്കിൾ? ഒരേ വെൻട്രിക്കിളിലെ ഇതൊരു നല്ലൊരു കൺഫ്യൂഷൻ ആണ്. ഈ ഹൃദയത്തിന്റെ 4 അറകള് എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാവും. ഇതിന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ട്. ഒരു അക്ഷരങ്ങളുടെ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഇട്ടിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ അത് പറ്റിയെന്ന് വരില്ല കേട്ടോ. ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പ വഴി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഹൃദയ അറകളുടെ സങ്കോചങ്ങളും പൂർവ്വസ്ഥിതി പ്രാപിക്കലും. കാരണം ഇത് ഫുള്ളും പ്രീവിയസ് ആണ്. അതുകൊണ്ട് പറയാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കാം. ഇത് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ എടുത്തു തരാം. നിങ്ങൾ ടെൻഷൻ ആകണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ കഴിയുമ്പോൾ ഓക്കെ ആവും കേട്ടോ. ഹൃദയ അറകളുടെ സങ്കോചങ്ങളും
സിസ്റ്റോള്, പൂർവ്വസ്ഥിതി പ്രാപിക്കൽ ഡയസ്റ്റോള്, ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിലൂടെ, കാർഡിയാക് സൈക്കിളിലൂടെ അഥവാ ഹൃദയസ്പന്ദനത്തിലൂടെയാണ് കേട്ടോ. ഈ ചാക്രികമായി ആവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ കാർഡിയാക് സൈക്കിളിലൂടെ. രക്തം എന്ത് ചെയ്യും? ശരീരത്തുടനീളം പമ്പ് ചെയ്യുന്നു. അപ്പൊ രക്തം ശരീരത്തിലൂടെ ഉടനീളം പമ്പ് ചെയ്യപ്പെടുന്നത് ഹൃദയറകളുടെ സങ്കോചം എന്ന് പറയുമ്പോൾ സിസ്റ്റോൾ ആണ് കേട്ടോ. പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഡയസ്റ്റോളിന്റെ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രക്തം ശരീരത്തിലുടനീളം പമ്പ് ചെയ്യപ്പെടുന്നത്. ഇതിനാവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാകുന്ന ഏട്രിയൽ ഭിത്തിയിലെ SA നോഡിനെ പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ SA നോഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? പേസ് മേക്കർ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഹൃദയഭിത്തിയിലെ എന്താണ്? SA നോഡ്, പേസ് മേക്കർ എന്നറിയപ്പെടുന്നു. ഹൃദയ അറകളുടെ സങ്കോചങ്ങളും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മൂലം ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം, അതായത് BP, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് BP? ഓരോരുത്തരും ആദ്യം ചോദിക്കും അല്ലെ, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ, അസുഖങ്ങളൊന്നും, BP, ഷുഗർ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ചോദ്യം അതാണ് അല്ലെ. പണ്ട് അങ്ങനെയല്ല, ആദ്യം വേറെ എന്തെങ്കിലും ചോദ്യം. ഇന്ന് എന്താണ്? എല്ലാവരിലും ഉള്ളൊരു ഇതാണ് BP, ഷുഗർ എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം വരുന്നത് BP ആണ്. എങ്ങനെ ഈ BP ഉണ്ടാകുന്നത്? എങ്ങനെ ഈ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്? നമ്മുടെ ഹൃദയ അറകളുടെ സങ്കോചങ്ങളും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മൂലം ധമനികളിൽ അനുഭവപ്പെടുന്ന ഒരു പ്രഷറാണ് കേട്ടോ. ധമനികളിൽ അനുഭവപ്പെടുന്ന, ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഇവിടെ സിരകളിൽ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, ഇവിടെ ശ്രദ്ധിക്കണം. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. എത്രയാണ് രക്തസമ്മർദ്ദത്തിന്റെ സാധാരണ പരിധി? 120, 80 mmHg ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ചിലപ്പോ തിരിച്ചു തരും, 80, 120 mmHg തരും. തെറ്റാണ്. എപ്പോഴും ഫസ്റ്റ് വലിയ സംഖ്യ വരണം. 120, 80 mmHg എന്നത് കേട്ടോ. ഇനി ഇതിൽ കൂടിയാൽ 120, 80 കൂടിയാൽ ഹൈപ്പർ ടെൻഷനും ഇതിൽ കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷനുമാണ്. BP കൂടുതലാണെങ്കിൽ ഇതിൽ കൂടുതലാവും. ഇനി BP കുറവാണ് ഹൈപ്പോ ടെൻഷൻ കേട്ടോ. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ. എന്താ ഈ BP ഉണ്ടാകാൻ കാരണം? അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, മാനസിക പിരിമുറുക്കം ഹൃദയ ആരോഗ്യത്തെ തകർക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സസ്യങ്ങളിൽ ട്രക്കിഡുകളും വെസലുകളും അടങ്ങിയ സൈലം കുഴലുകളാണ് വേരിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് മണ്ണിലുള്ള ജലവും ലവണങ്ങളും എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു സസ്യം, ഒരു പ്ലാന്റ് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കിക്കേ. ഇപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ചെടി നിൽക്കുന്നുണ്ട്. ആ ചെടിയുടെ അടിയിൽ നിന്ന് അല്ലെ, വേരാണ്. നമ്മൾ വെള്ളം എവിടെ ഒഴിച്ചു കൊടുക്കും? വേരിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഈ വേരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വെള്ളവും മണ്ണും ജലവും പറഞ്ഞ പോലെ ഒക്കെ ഇത് മേലേക്ക് എത്തിക്കണം അല്ലെ. മേലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ് കേട്ടോ. സൈലമാണ്. സസ്യങ്ങളിൽ ട്രക്കീഡുകളും വെസലുകളും അടങ്ങിയ, സൈലത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ട്രക്കീഡുകളും വെസലുകളും അടങ്ങിയ സൈലം കുഴലാണ് വേരിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് മണ്ണിലുള്ള ജലവും ലവണങ്ങളും വഹിക്കുന്നത്. ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, സസ്യസേചനം, ജലതന്മാത്രകളിലൂടെ കോഹിഷൻ, അഡ്ഹീഷൻ ബലകൾ എന്നിവ ജലസംവഹനത്തിന് സഹായകമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജലം അല്ലെ, ഈ ജലം ഒഴുകുന്നതിന് അല്ലെ, ജലം വലിച്ചെടുക്കുന്നതിനും ഒക്കെ സഹായകമായ കാര്യങ്ങളാണ് ഏത്? കൊഹീഷൻ, അഡ്ഹീഷൻ ബലങ്ങള്. പിന്നെ നോക്കിക്കേ, ഇവിടെ ഓസ്മോസിസ് തന്നിട്ടുണ്ട്, റൂട്ട് പ്രഷർ, സസ്യസേചനം, ജലതന്മാത്രകളുടെ കൊഹീഷൻ, അഡ്ഹീഷൻ, ഇതൊക്കെ എന്താണ്? ജലസംവഹനത്തിന് സഹായകമായ കാര്യങ്ങളാണ്. ജലസംവഹനത്തിന് സഹായകമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, സസ്യസ്വേദനം, കൊഹീഷൻ, അഡ്ഹീഷൻ. സസ്യങ്ങളിൽ സീവ് നാളികളും സഹകോശങ്ങളും അടങ്ങിയ ഫ്ലോയം കുഴലുകളാണ് ഇലകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് ആഹാരം സുക്രോസ് രൂപത്തിൽ സംവഹനം ചെയ്യപ്പെടുന്നത്. വേരിൽ നിന്ന് ജലവും ലവണങ്ങളും ഒക്കെ മേലേക്ക് എത്തിക്കുന്നത് സൈലമാണെങ്കിൽ, ആ മേൽഭാഗത്ത് നിന്നും ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും ഒക്കെ ജലവും പോഷക ഘടകങ്ങളും ഒക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം കുഴലുകളാണ് കേട്ടോ. ഇലകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്കും ആഹാരം ഏത് രൂപത്തിലാണ്? സുക്രോസ് രൂപത്തിൽ സംവഹനം ചെയ്യുന്നത് കേട്ടോ. ഇതിന് എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. കോശങ്ങളിൽ അനുഭവപ്പെടുന്ന ടർഗർ പ്രഷറും സൂക്രോസിന്റെ സംവഹനം എളുപ്പമാക്കുന്നു. അപ്പൊ കോശങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഏതാണ്? കോശങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രഷർ ബ്ലഡ് പ്രഷർ ആണോ? ബ്ലഡ് പ്രഷർ ആണോ? അല്ല. ബ്ലഡ് പ്രഷർ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ സസ്യങ്ങളിൽ അനുഭവപ്പെടുന്ന, അതായത് കോശങ്ങളിൽ അനുഭവപ്പെടുന്ന, സസ്യങ്ങളുടെ കോശങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഏതാണ്? ടർഗർ പ്രഷർ ആണ്. ടർഗർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും കൈകാര്യം ചെയ്യണം കേട്ടോ. ഇനി ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ക്ലാസ്സുകൾ വീണ്ടും കാണുക. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. റിവിഷൻ ഈസ് മസ്റ്റ്. ഓക്കെ, ഒന്ന് നോക്കാം. ശരീരത്തിന് ആവശ്യമായി നമ്മളിപ്പോ ഓരോ സ്ലൈഡ് ഇട്ട് അതിലിപ്പോ ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ക്ലാസ് തന്നെ പഠിക്കണം.
ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും മനസ്സിലാകും. എന്നിട്ട് അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അടുത്ത സ്ലൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻ, എല്ലാം പക്കയായിരിക്കും കേട്ടോ. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ് വേണം, കൊഴുപ്പിന്റെ മറ്റൊരു പേരാണ് ലിപ്പിഡ് കേട്ടോ, വിറ്റമിൻ വേണം, ധാതുക്കളിന് എന്താണ് മിനറൽസ് പറയില്ലേ, അതുപോലെ ജലം. ഇതറിയാലോ. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? അതായത് സമീകൃത ആഹാരം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും പറയുമ്പോൾ ഏതൊക്കെ വരും? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും വിറ്റമിൻസും ധാതുക്കളും ജലവും ഒക്കെ ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്നത് പറയുന്നത്. ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. എന്താണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസുകളോ ജിമ്മിൽ പോക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങള്? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് വേണ്ടേ? എന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിഞ്ഞു, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ ഒരു ക്ലാസ്സിനൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാൻ പോലും നിങ്ങൾക്ക് മടിയാണ്. പിന്നെ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം? നമ്മുടെ ഒരു 3-4 സുഹൃത്തുക്കളൊക്കെ നേരത്തെ ക്ലാസ് ഇടുന്ന സമയത്ത് താഴെ എന്തായാലും വന്ന് കമന്റ് ചെയ്യാറ്. അപ്പൊ നമുക്ക് അവരോട് നല്ലൊരു അറ്റാച്ച്മെന്റും ഒക്കെ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം കൂട്ടുകാർ കാത്തു നിൽക്കണ്ടാവും അവരുടെ കമന്റ് കാണാൻ. അതൊക്കെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്? ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, പകുതി എന്തായിരിക്കണം? ഇപ്പോ ഒരു ഫുഡ് പ്ലേറ്റില്, ഇതൊരു ഫുഡ് പ്ലേറ്റ് ആണെങ്കിൽ ഇതിന്റെ പകുതി ഫുള്ളും എന്തായിരിക്കണം? വെജിറ്റബിളും ഫ്രൂട്ട്സും ആയിരിക്കണം. ഇനി കാൽഭാഗം ഇതിന്റെ കാൽഭാഗം എന്ന് പറയുന്നത് ധാന്യങ്ങളായിരിക്കണം. കാൽഭാഗം എന്തായിരിക്കണം? ധാന്യങ്ങളായിരിക്കണം. കാൽഭാഗം എന്തായിരിക്കണം? പ്രോട്ടീൻ അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഗ്ലാസ് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹാഫ് എന്തായിരിക്കണം? വെജിറ്റബിളും ഫ്രൂട്ട്സും, ബാക്കി ഹാഫില് പകുതി ധാന്യങ്ങളും പകുതി പ്രോട്ടീൻസും. ഇനി സ്ഥിരമായി ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഗുണകരമല്ല. കാരണം എന്താണ്? ജങ്ക് ഫുഡില് കലോറി കൂടുതലും പോഷക മൂല്യം കുറവുമാണ്. ഇത് പോഷകക്കുറവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടപെടും. അതുകൊണ്ട് ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? ഒരിക്കലും നമ്മള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മോർണിംഗ് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. കാരണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മൂലം ക്ഷീണം, ഉറക്കം തൂങ്ങൽ, ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എപ്പോഴും ഭക്ഷണം മോർണിംഗ് കഴിക്കാൻ ശ്രദ്ധിക്കാം. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഖിരത്തായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. PQ ആണ് കേട്ടോ. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ, അതായത് നമ്മളിപ്പോ ആഹാരം കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ചിലപ്പോൾ കൊഴുപ്പുകളും ലിക്വിഡും പ്രോട്ടീൻ അതിനൊക്കെ ഒന്ന് ദഹിപ്പിക്കണ്ടേ? അതിന്റെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് എന്താ? ദഹനം എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡ് ഓക്കെ ആയോ? ഈ 6 ക്വസ്റ്റ്യനിൽ ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഏകകോശ ജീവിയായ അമീബയിലും ബഹുകോശ ജീവിയായ ഹൈഡ്രയിലും നടക്കുന്ന ദഹന പ്രക്രിയയിലെ മാറ്റം എന്താണ്? ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് ഏത്? അമീബ അല്ലെ. അമീബ, പാരമീസിയം, യുഗ്ലീന. ഇത് മൂന്നും എന്താണ്? ഏകകോശം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണിത്. ആ ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് ഹൈഡ്ര അല്ലെ. ഇതിലെ ദഹന പ്രക്രിയയില് രണ്ടിലും 2 ദഹന പ്രക്രിയ ആയിരിക്കും. എന്തായിരിക്കും വ്യത്യാസം? അമീബയിലാണെങ്കിൽ കോശാന്തരിക ദഹനം നടക്കുന്നു. ഏകകോശ ജീവിയായ അമീബയിൽ എന്താ നടക്കുന്നത്? കോശാന്തരികം, ആന്തരികം, ഉള്ളില്. എന്നാൽ ഹൈഡ്രയിൽ കോശ ബാഹ്യ ദഹനവും കോശാന്തരിക ദഹനവും ഉണ്ട്. ഏകകോശ ജീവിയല്ലേ അമീബയും പാരമീസിയവും യുഗ്ലീന എന്നൊക്കെ. ഏകം, ഒന്ന്, അവിടെ ഒപ്പം ഒറ്റന്നേ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. കോശ ആന്തരിക ദഹനം ഒറ്റന്ന്. ഇനി ബഹു, 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ 2 എണ്ണം നടക്കണേ. കോശ ബാഹ്യ ദഹനവും ഉണ്ട്, ആന്തരിക ദഹനവും ഉണ്ട്. ഇനി അമീബ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരം സ്വീകരിക്കുമ്പോൾ ഹൈഡ്ര ടെന്റിക്കിളുകൾ ഉപയോഗിച്ച് ഇരയെ സ്വീകരിക്കുന്നു. അമീബ എങ്ങനെയാണ്? കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരം സ്വീകരിക്കുമ്പോൾ ഹൈഡ്ര ടെന്റിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഇരയെ സ്വീകരിക്കുന്നത്. ഇനി മനുഷ്യനിലെ കോശബാഹ്യ ദഹന പ്രക്രിയയിലെ യാന്ത്രിക ദഹനവും രാസിക ദഹനവും നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ആ പാരഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലൂടെ എത്തിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മനുഷ്യനില് ബാഹ്യ ദഹന പ്രക്രിയയുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയയില് യാന്ത്രിക ദഹനമുണ്ട്, രാസിക ദഹനമുണ്ട്. രാസിക ദഹനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം?
എന്താ വ്യത്യാസം? പല്ലുകളും പേശികളും ആഹാരത്തെ ചെറുകണികകളാക്കുന്നത് യാന്ത്രിക ദഹനമാണ്. യന്ത്രം പ്രവർത്തിക്കുന്ന പോലെയല്ലേ, നമ്മളിങ്ങനെ ചവച്ചേ, അതൊരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെയല്ലേ പല്ലും പേശികളും ആഹാരത്തെ കണികകളാക്കുന്നത് യാന്ത്രിക ദഹനമാണ്. എന്നാൽ ദഹനരസങ്ങളിലുള്ള എൻസൈമുകളാണ് ആഹാരത്തെ ലഘുഘടകങ്ങളാക്കുന്നതാണ് രാസിക ദഹനം. രാസിക ദഹനം എൻസൈമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വായിലെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പാൻക്രിയാസിലെയും ഒക്കെ എൻസൈമുകളാണ് രാസിക ദഹനത്തിന് സഹായിക്കുന്നത് എന്ന് നേരത്തെ പഠിച്ചു. എന്നാൽ യാന്ത്രിക ദഹനത്തിന് സഹായിക്കുന്നതാണ് പല്ലുകളും പേശികളിൽ നടക്കുന്ന ആഹാരത്തെ ചെറുകണികകളാക്കുന്നതാണ് യാന്ത്രിക ദഹനം. ഇനി മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത് എവിടെയെല്ലാം വെച്ചിട്ടാണ്? എവിടെയെല്ലാം വെച്ചിട്ടാണ്? ഏതാണ്? വായ, ആമാശയം, ചെറുകുടൽ. നേരത്തെ പഠിച്ചു. വായ, ആമാശയം, ചെറുകുടൽ എന്നിവിടങ്ങളിലാണ് യാന്ത്രിക ദഹനവും രാസിക ദഹനവും നടക്കുന്നത്. വായിലെ പല്ല് നാക്കിന്റെ സഹായത്തോടെ ആഹാരം കടിച്ചു മുറിക്കാനും ചവച്ചരിക്കാനും സഹായിക്കുന്നു. ആമാശയഭിത്തിയുടെ പെരിസ്റ്റാൾസിസ് മൂലം ആഹാരം കുഴമ്പ് രൂപത്തിൽ ആകുന്നു. ചെറുകുടലിലെ പെരിസ്റ്റാൾസിസ് സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങൾ ആഹാരം നീങ്ങാനും ദഹനരസവുമായിട്ട് കലരാനും സഹായകമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ വായില് എന്ന് പറയുമ്പോൾ നമ്മുടെ വായില് പല്ലുണ്ട്, നാക്കുണ്ട്. ഇതിന്റെ ഒക്കെ സഹായത്തോടെ നമ്മൾ ആഹാരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടിച്ചു മുറിക്കാനും ചവച്ചരിക്കാനും പറ്റും. എന്നാൽ അങ്ങനെ നമ്മൾ ചവച്ചരിച്ചു, കടിച്ചൊക്കെ മുറിച്ച് നമ്മുടെ ഭക്ഷണം ഇതിലേക്ക് പോയി. എവിടെ എത്തി? ആമാശയത്തിലെത്തി. ആ ആമാശയ ഭിത്തിയില് എന്തുണ്ട്? പെരിസ്റ്റാൾസിസ് ഉണ്ട്. എന്താണ്? ആമാശയ ഭിത്തിയിലെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആ പെരിസ്റ്റാൾസിസ് മൂലം, തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം എന്താകും? കുഴമ്പ് രൂപത്തില് ആകും. എന്നിട്ട് കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നേരെ എവിടെ എത്തും? ചെറുകുടലിലെത്തും. ആ ചെറുകുടലിലെ പെരിസ്റ്റാൾസിസ് സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ആഹാരത്തെ നീങ്ങാനും ദഹനരസവുമായിട്ട് കലരാനും സഹായിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ യാന്ത്രിക ദഹനവും രാസിക ദഹനവും ഒക്കെ സംഭവിക്കുന്നത്. ഇനി ഒരു പല്ലിന്റെ ഘടന ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ പല്ലിന്റെ ഘടനയില് ഇനാമൽ ഉണ്ട്. എവിടെയാണ് നമ്മുടെ ഇനാമൽ കാണുന്നത് എന്ന് ഇതവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡെന്റൈൻ ഉണ്ട്. ഡെന്റൈന്, പൾപ്പ്, ക്യാവിറ്റി, ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ ഒരു പല്ലിന്റെ സ്ട്രക്ചർ. അതിൽ ഇനാമലിന്റെ എങ്ങനെയാണ്? ഇനാമല് വെളുത്തതാണ്, കാഠിന്യം കൂടിയ നിർജീവ ബാഹ്യ കവചം ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ഒക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഇനി ഡെന്റൈന്, പല്ല് നിർമ്മിക്കപ്പെട്ട ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ല് നിർമ്മിക്കപ്പെട്ടിട്ട ജീവനുള്ള ഒരു കലയാണ്, ടിഷ്യൂ ആണ് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഇനി പൾപ്പ്, ക്യാവിറ്റി. പൾപ്പ് എന്ന യോജക കല അടങ്ങിയ ആന്തരഭാഗമാണ്. ഇവിടെ രക്തക്കുഴലുകളും നാഡികളും ഒഡന്റോ ബ്ലാസ്റ്റ് കോശങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോ ഒഡന്റോ ബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡെന്റോളജിയിലെ ഡെന്റിസ്റ്റുകൾ അല്ലെ, എന്താണ്? പല്ലാണ് അല്ലെ. അപ്പൊ ഒഡന്റോ ബ്ലാസ്റ്റ് കോശം, രക്തക്കുഴൽ, നാഡി, ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. എന്നാൽ പല്ല് നിർമ്മിക്കപ്പെട്ട ജീവനുള്ള കല ഏതാണെന്ന് ചോദിച്ചാൽ ഡെന്റൈൻ ആണ്. വെളുത്ത, കാഠിന്യം കൂടിയ, നിർജീവമായിട്ടുള്ള ബാഹ്യ കവചമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനി ബാഹ്യമായിട്ട് പല്ലിന്റെ 3 ഭാഗങ്ങളുണ്ട്. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. ദന്തമകുടം, ദന്തഗളം. ദന്തഗളം എങ്ങനെയാ? ഇടുങ്ങിയ ഭാഗമാണ്. ദന്തമൂലം മോണയ്ക്കകത്തുള്ള ഭാഗമാണ് ദന്തമൂലം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമെന്റമാണ് കേട്ടോ. നമ്മുടെ പല്ലുണ്ടല്ലോ, നമ്മുടെ മോണയിൽ അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലേ? അത് എന്താണ്? കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു യോജക കല കൊണ്ടാണ് എന്തിരിക്കുന്നത്? ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനെ പറയുന്ന യോജക കലയ്ക്ക് പേരാണ് സിമെന്റം. സിമെന്റം എന്ന് പറയുന്നത് കാൽസ്യം അടങ്ങിയ ഒരു യോജക കലയാണ്. ഇവിടെ ഓക്കെ ആയോ? ഈ സ്ലൈഡ് ഓക്കെ ആയോ? ഏകകോശ ജീവി അമീബ, പാരമീസിയം, യുഗ്ലീന. ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യുഗ്ലീന. അതിൽ നടക്കുന്ന ദഹനം കോശ ആന്തരിക ദഹനമാണ്. ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് ഹൈഡ്ര. അതില് കോശ ആന്തരിക ദഹനവും നടക്കുന്നുണ്ട്, ബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്. പഠിച്ചു. അമീബ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരം സ്വീകരിക്കുമ്പോൾ ഹൈഡ്ര ടെന്റക്കിൾ ഉപയോഗിച്ചിട്ട് ആഹാരം സ്വീകരിക്കുന്നു. അതേപോലെ പല്ലും പേശിയുമാണ് യാന്ത്രിക ദഹനത്തിന് ഉദാഹരണമെങ്കിൽ രാസിക ദഹനത്തിന് ഉദാഹരണം എൻസൈമുകളാണ്. മനുഷ്യന് രണ്ടും നടക്കുന്നത് എവിടെ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ വായ, ആമാശയം,
ചെറുകുടലിൽ വെച്ചിട്ടാണ്. പിന്നെ പല്ലിന്റെ സ്ട്രക്ചറുകൾ ഇനാമല്, പൾപ്പ് കാവിറ്റി, ഡെന്റിൻ ഒക്കെയാണ്. ബാഹ്യമായ പല്ലിന്റെ 3 ഭാഗങ്ങളാണ് മകുടം, ഗളം, ദന്തമൂലം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. ആഹാരം മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ഏത് പേശിയാണ്? വലയപേശിയാണ് കേട്ടോ. നമ്മളിപ്പോ ആഹാരം കഴിച്ചു, പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? നമുക്ക് പറ്റില്ല. നമ്മളിപ്പോ രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കണം, അതുവരെ ആഹാരം നിലനിർത്തണ്ടേ? അങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്നത് വലയപേശിയാണ് കേട്ടോ. ഇനി ചിത്രീകരണത്തിൽ എ ബി എന്നിവ സൂചിപ്പിക്കുന്ന പ്രക്രിയകൾ. ഇതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇതാണ് സെഗ്മെന്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെരിസ്റ്റാൾസിസ് വഴിയുള്ള ആഹാരത്തില് നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന സമയത്ത് ദഹനത്തിനെ നമ്മൾ കഴിച്ച ആഹാരത്തിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു. പിന്നെ സെഗ്മെന്റേഷൻ വഴി, ഇതാണ് സെഗ്മെന്റേഷൻ. ഇനി പല്ലിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ കഴുകണം, പല്ല് തേക്കണം, പഞ്ചസാരയും അമിത അസിഡിറ്റിയും അടങ്ങിയ ഭക്ഷണം കുറയ്ക്കണം, പുകവലി ഒഴിവാക്കണം, വർഷത്തിൽ 2 തവണയെങ്കിലും ദന്തരോഗ വിദഗ്ധനെ സന്ദർശിച്ച് പല്ല് പരിശോധന നടത്തുകയും വൃത്തിയാക്കുകയും ചെയ്യണം. ഇനി ആഹാരം വിഴുങ്ങുമ്പോൾ ഗ്രസനിയിൽ കാണുന്ന ചെറുനാക്കും എപ്പിഗ്ലോട്ടിസും സഹായകമാകുന്നത് എപ്രകാരമാണ്? അതായത് നമ്മുടെ ശരീരത്തില് ഗ്രസനിയിൽ കാണുന്ന എന്താണ്? ചെറുനാക്ക് കേട്ടോ. നമ്മുടെ ഗ്രസനിയിൽ ശ്രദ്ധിക്കണേ, ഗ്രസനിയിൽ കാണുന്ന ഈ ചെറുനാക്കും അതേപോലെ തന്നെ എപ്പിഗ്ലോട്ടിസും എങ്ങനെയാണ് നമ്മുടെ ആഹാരം വിഴുങ്ങുമ്പോൾ സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ഗ്രസനിയിലേക്ക് തുറങ്ങുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നതിനാൽ ആഹാരം അങ്ങോട്ട് പോകില്ല. ചെറുനാക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ശരിയായ രീതിയിൽ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ? എന്താണ്? ചെറുനാക്കാണ്. ആ ചെറുനാക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആഹാരം പല ഭാഗങ്ങളിലേക്ക് പോകും, നമ്മുടെ കാറ്റ് പോകും അല്ലെ? ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നതിനാൽ ആഹാരം അങ്ങോട്ട് പോകുന്നില്ല. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ ഇരിക്കാൻ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പ് പോലെ പ്രവർത്തിക്കുന്നു. 2025 ലാസ്റ്റത്തെ ഏതോ ഒരു മാസത്തിന് നടന്ന എക്സാമിന്റെ ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. എപ്പിഗ്ലോട്ടിസ് ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കുടിക്കാൻ അറിയാലോ, പെട്ടെന്ന് മരണം സംഭവിക്കും. ആ ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ് കേട്ടോ. ഈ ഒരു പിക്ചർ ഇതൊന്ന് ശ്രദ്ധിക്കണേ. എപ്പിഗ്ലോട്ടിസും ചെറുനാക്കും ഇങ്ങനെ ഒരു മനസ്സിൽ പിക്ചർ കാണുമ്പോൾ ഓർമ്മ വരും, എപ്പിഗ്ലോട്ടിസ് ആണ്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയാനുള്ള കാരണം, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ എപ്പിഗ്ലോട്ടിസ് അടയാതെ വരികയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഫോൺ ചെയ്തിട്ടൊന്നും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് കേട്ടോ. വായിലും ആമാശയത്തിലും ചെറുകുടലിലും നടക്കുന്ന രാസിക ദഹനം ആഹാരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളും എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതിന് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് ഞാൻ പറഞ്ഞു നേരത്തെ. വായിൽ എന്താണ്? ഉമിനീർ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസ് എന്ന എൻസൈം അന്നജത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. അപ്പൊ ഉമിനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. സലൈവറി അമിലേസ് എന്ന എൻസൈം ആണ്. ഉമിനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? സലൈവറി അമിലേസ് എന്ന എൻസൈം ആണ്. ഇനി ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ എൻസൈമുകളാണ് പെപ്സിനും. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തിനും സഹായിക്കുന്നു. അപ്പൊ ആമാശയത്തിൽ കാണപ്പെടുന്ന എൻസൈമാണ് പെപ്സിനും ലിപ്പേസും. പഠിച്ചു വെക്കണേ. ഉമിനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? സലൈവറി അമിലേസ് ആണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? പെപ്സിനും ലിപ്പേസുമാണ്. പെപ്സിൻ എന്താണ്? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിക്കാറുണ്ട്. പെപ്സിൻ ആണ്. എന്നാൽ കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്ന സഹായിക്കുന്നതാണ് ലിപ്പേസ്. ഇനി ചെറുകുടലിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? കരളിന്റെ പിത്തരസം കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും, അപ്പൊ പിത്തരസം കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? കരളാണ് കേട്ടോ. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകളായ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെയും ട്രിപ്സിൻ പ്രോട്ടീനുകളെയും ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ എന്നതരം എൻസൈമും കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളാക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാകുമ്പോൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നു.
അപ്പൊ ചെറുകുടലില് എന്താണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത് പിത്തരസം എന്ന് പറയുന്നത്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, കരളാണ് കേട്ടോ. പിന്നെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകളായ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെയും, പാൻക്രിയാറ്റിക് അമിലേസ് കേട്ടോ, അമിലേസ് അന്നജത്തെയും, പിന്നെ ട്രിപ്സിൻ ഇത് പ്രീവിയസ് ആണ് കേട്ടോ. ഇതിപ്പോ ഇതൊന്ന് മുഴുവൻ പ്രീവിയസ് ആണ്. ട്രിപ്സിൻ പ്രോട്ടീനുകളെയും ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ലിപ്പേസ് കൊഴുപ്പിനെയും ദഹിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റെസ്റ്റൈൻ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ എന്ന തരം എൻസൈമുകൾ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളാക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുമ്പോൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പ്രീവിയസ് ചോദ്യമാണ്. പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നത് പ്രോട്ടീസുകളാണ്. ഇനി ഇവിടെ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്, പ്രോട്ടീൻ തന്നിട്ടുണ്ട്, കൊഴുപ്പ് തന്നിട്ടുണ്ട്. വായില് സലൈവറി അമിലേസിന്റെ പ്രവർത്തനമാണ് അല്ലെ നടക്കുന്നത്. വായിലെ എൻസൈം ഏതാണ്? നമ്മുടെ വായില് നാക്കില് സലൈവറി അമിലേസ് ആണ് അല്ലെ. അതേപോലെ ആമാശയത്തില് നോക്കിക്കേ പെപ്സിന്റെ പ്രവർത്തനം അല്ലെ, പ്രോട്ടീൻ പെപ്സിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൊഴുപ്പില് ലിപ്പേസുകളുടെ പ്രവർത്തനം നമ്മൾ പഠിച്ചുകൂടെ. ലിപ്പേസ് കൊഴുപ്പിനെ എന്താക്കുന്നു? ലിപ്പേസുകളാണ് അല്ലെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കണം, ട്രിപ്സിൻ പ്രോട്ടീൻ ശ്രദ്ധിക്കണം. ഇനി ചെറുകുടലില് പാൻക്രിയാറ്റിക് അമിലേസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റുകളുടെ പ്രവർത്തനത്തിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായിട്ട് മാറുന്നു. ട്രിപ്സിന്റെ പ്രവർത്തനം പ്രോട്ടീസുകളുടെ പ്രവർത്തനത്തിൽ അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. പിത്തരസം ചെറുകണികളാവുന്നതും ലിപ്പേസുകളുടെ പ്രവർത്തനം ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നതും കേട്ടോ. ഇവിടെ നന്നായിട്ട് വായിൽ എന്ത് നടക്കുന്നു, ആമാശയത്തിൽ എന്ത് നടക്കുന്നു, ചെറുകുടലിൽ എന്ത് നടക്കുന്നു എന്ന് പഠിക്കണം. വായിലാണെങ്കിൽ സലൈവറി അമിലേസിന്റെ പ്രവർത്തനമാണ്. വായിലാണെങ്കിൽ എന്താണ്? സലൈവറി അമിലേസിന്റെ പ്രവർത്തനമാണ്. ആമാശയത്തിലാണെങ്കിൽ പെപ്സിന്റെയും ലിപ്പേസിന്റെയും പ്രവർത്തനമാണ്. ആമാശയത്തില് പെപ്സിനും ലിപ്പേസിന്റെയും പ്രവർത്തനമാണ് ആമാശയത്തില്. ചെറുകുടലില് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഇനി ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നത് അന്നനാളത്തിന്റെ ഏത് സഹായമാണ്? പെരിസ്റ്റാൾസിസ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ് കേട്ടോ. നേരത്തെ പഠിച്ച പാരഗ്രാഫ് തന്നെയാണ് ഫുൾ ഇതില്. ഇനി ആമാശയ രസത്തിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഓരോന്നിന്റെയും ധർമ്മം എന്താണ്? നമ്മുടെ വയറിൽ അല്ലെ, നമ്മുടെ വയറിൽ കാണപ്പെടുന്ന ആസിഡ് എന്ന ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിൻ എന്ന എൻസൈം, ശ്ലേഷ്മം. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതും pH ക്രമീകരിക്കുന്നതും ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ശ്ലേഷ്മം എന്ത് ചെയ്യും? ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആമാശയ രസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ശ്ലേഷ്മവും. ആമാശയത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയ രസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, പിന്നെ പെപ്സിൻ, പിന്നെ ശ്ലേഷ്മം. ഇത് മൂന്നെണ്ണമാണ് ആമാശയ രസത്തിൽ കാണപ്പെടുന്നത്. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ധർമ്മം ഏതാണ്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. ഇതിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പ്രീവിയസ് ചോദ്യമാണ്. പിത്തരസത്തിൽ എൻസൈമുകൾ ഉണ്ടോ? ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പ്രീവിയസ്. ഇനി ABCD തിരിച്ചറിഞ്ഞ് പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ABCD ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടോ, ലിവർ ആണ് അല്ലെ. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. കരള് അല്ലെ, നല്ല റെഡ് കളറിൽ കാണുന്നു അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി B, ഇവിടെ പിത്താശയം കൊടുത്തിട്ടുണ്ട്. പിത്തരസം സംഭരിച്ചിട്ട് രക്തത്തിലേക്ക് കലർത്തുന്നത് പിത്താശയമാണ്. ഇനി പാൻക്രിയാസ് C, വിവിധ എൻസൈമുകൾ അടങ്ങിയ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നു പാൻക്രിയാസ്. ഇനി D, പക്വാശയം തന്നിട്ടുണ്ട്. പിത്തരസവും പാൻക്രിയാറ്റിക് ജ്യൂസും ചെറുകുടലിൽ കലരുന്ന ഭാഗമാണ് പിത്തരസം. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും പാൻക്രിയാറ്റിക് ജ്യൂസും ചെറുകുടലിൽ കലരുന്ന ഭാഗം.
ഇനി ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടാതെ അവശേഷിക്കുന്ന ജലത്തിന്റെയും ലവണങ്ങളുടെയും ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പൊ ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. മനസ്സിലായോ? ഇനി ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയൊരു കാര്യം എന്തെങ്കിലും ആഗിരണം ചെയ്യപ്പെടാതെ എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ജലോ ലവണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കി ബാലൻസ് ആഗിരണം നടക്കുക എവിടെ വെച്ചിട്ടായിരിക്കും? വൻകുടലിൽ വെച്ചിട്ടായിരിക്കും. ഇനി ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി വൻകുടലിൽ ഉണ്ടാകുന്ന വിറ്റമിനുകൾ ഏതെല്ലാമാണ്? വൻകുടലിനകത്തുണ്ടാകുന്ന വിറ്റമിനാണ് ബി കോംപ്ലക്സും വൈറ്റമിൻ കെ. വൻകുടൽ, കുടലല്ലേ, വൻകുടൽ, കുടൽ, കെ, കുടൽ, വൈറ്റമിൻ കെ, പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സും. ചെറുകുടലിന്റെ ഘടന പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? 6 മീറ്ററോളം നീളമുള്ളതും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചെറുകുടലിന്റെ നീളം 6 മീറ്റർ നീളമുള്ള, 2.5 സെന്റിമീറ്റർ വ്യാസം, ചെറുകുടൽ നീണ്ടു ചുരുണ്ട് കിടക്കുന്നു. അതിന്റെ ഉൾഭിത്തിയിലുടനീളം വിരലുകൾ പോലെയുള്ള വില്ലസുകൾ എന്ന ഉൾമടക്കുകൾ കാണപ്പെടുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു, വിരലുകൾ പോലെ കാണപ്പെടുന്ന വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെ? ചെറുകുടലിലാണ്. ചെറുകുടലിലാണ് വിരലുകൾ പോലെയുള്ള വില്ലസുകൾ കാണപ്പെടുന്നത്. 6 മീറ്റർ നീളം, 2.5 മീറ്റർ വ്യാസം. ഇനി വില്ലസിന്റെ പ്രാഥമിക ഉൾഭിത്തിയിലുടനീളം വിരലുകൾ പോലെയുള്ള വില്ലസുകൾ എന്നീ ഉൾമടക്കുകൾ കാണപ്പെടുന്നു. ഇനി അതേപോലെ ഇവിടെ ശ്രദ്ധിക്കും, വില്ലസിന്റെ പ്രാഥമിക പ്രതലം ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനാൽ പോഷക ആഗിരണം എളുപ്പമാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെറുകുടലിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ചെറുകുടൽ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ നീളമുണ്ട്, 2.5 മീറ്റർ വ്യാസമുണ്ട്, വിരലുകൾ പോലെയുള്ള വില്ലസുകൾ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാൽ നിർമ്മിതമാണ്. ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാൽ നിർമ്മിതമാണ് ഏത്? ചെറുകുടൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിനായി ചെറുകുടലിന്റെ ഉൾഭിത്തിയിലുള്ള സവിശേഷ ഭാഗമാണ് ഇത്? വില്ലസുകൾ. ഇവിടെ ഓക്കെ ആയല്ലോ അല്ലെ? ഇനി വില്ലസിന്റെ ഘടന ആഗിരണ പ്രക്രിയക്ക് എത്രമാത്രം അനുയോജ്യം? ചെറുകുടലിന്റെ ഉൾഭിത്തിയിലുടനീളം വിരലുകൾ പോലെ കാണപ്പെടുന്ന വില്ലസുകളുടെ പ്രാഥമിക ഉപനിരം ഒറ്റത്തീര എപ്പിത്തീലിയൻ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനാൽ പോഷകാഗിരണം എളുപ്പമാകുന്നു. ധമനി ശാഖയിൽ നിന്ന് രൂപപ്പെട്ട ലോമികകൾ ചേർന്ന് ശരിയായിട്ട് പുറത്തു പോകുന്നു. ലിംഫ് വാഹിയുടെ ശാഖയായ ലാക്റ്റിയയിലും വില്ലസിനും ഉള്ളിലുണ്ട്. ഏതാണ്? ലിംഫ് വാഹിയുടെ ശാഖയായ ലാക്റ്റിയയിലും എന്തുണ്ട്? വില്ലസിനുള്ളിൽ ഉണ്ട്. ലാക്റ്റിയ കാണപ്പെടുന്നത് വില്ലസിനുള്ളിലാണ്. ലാക്റ്റിയയിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പ്രവേശിക്കുമ്പോൾ അമിനോ ആസിഡുകളും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും മുതലായവ ലോമികകളിലൂടെ രക്തത്തിലേക്ക് പോകുന്നു. ഇനി രക്തത്തിലെ ഘടകങ്ങൾ പഠിക്കണം കേട്ടോ. പ്ലാസ്മ, നമ്മുടെ രക്തത്തില് ഒരു രക്തം 100% എടുക്കുമ്പോൾ അതിൽ 55% പ്ലാസ്മയാണ്, 55% പ്ലാസ്മയാണ്. ബാക്കി 45% ജലവും പ്രോട്ടീനും. അതില് ആൽബുമിനും ഗ്ലോബലിനും ഫൈബ്രിനോജൻ തുടങ്ങിയ ഘടകങ്ങളും രക്തകോശങ്ങള് എല്ലാം കൂടി ചേർന്ന് 45%. ആ രക്തകോശത്തിൽ തന്നെ RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റും ഉണ്ട് കേട്ടോ. അപ്പൊ മൊത്തം നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് ഒന്ന് മനസ്സിലാക്കണ്ടേ? 100% രക്തത്തില് 55% എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അപ്പൊ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? പ്ലാസ്മയാണ്. ആ പ്ലാസ്മ എന്ന് പറയുന്നത് 55%. ആ 55% പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതില് ജലമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ജലം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. എന്നാൽ രക്തകോശങ്ങൾ 45% കാണപ്പെടുന്നുണ്ട്. ആ രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് വരും RBCയും WBCയും പ്ലേറ്റ്ലെറ്റും കേട്ടോ. ഇനി ആൽബുമിൻ, ഇതെല്ലാം പഠിക്കണം കേട്ടോ, എല്ലാം പ്രീവിയസ് ട്യൂട്ടോറിയലാണ്. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ആൽബുമിൻ ആണ് കേട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത് ആൽബുമിൻ. ഇനി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ. ഇനി ചുവന്ന രക്തകോശം അല്ലെങ്കിൽ RBC എന്ന് പറയുന്നത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം നടക്കുന്നത് RBC വെച്ചിട്ടാണ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം നടക്കുന്നത് ചുവന്ന ഏതിലാണ്? ഓക്കെ, രക്തസമ്മർദ്ദത്തിന് നിയന്ത്രിക്കുന്നത് ഏതാണ്? ആൽബുമിൻ ആണ്. ഗ്ലോബുലിൻ എന്താ പറയുക? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചുവന്ന രക്തകോശങ്ങൾ RBC ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം കേട്ടോ. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം
അതുപോലെ RBCയുടെ ഒക്കെ സഹായിക്കുന്നത് ഫൈബ്രിനോജനിലാണ് കേട്ടോ. RBC അതായത് ചുവന്ന രക്തകോശം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ സംവഹനം നടത്തുന്നത് ഫൈബ്രിനോജനിലാണ്. വെളുത്ത രക്തകോശങ്ങൾ അതായത് WBC രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, പ്ലേറ്റ്ലേറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ കാണപ്പെടുന്നത് വെളുത്ത രക്തം. എല്ലാം പഠിക്കണം കേട്ടോ, ഇതെല്ലാം പ്രീവിയസ് ആണ്. ആൽബുമിൻ രക്തസമ്മർദ്ദത്തിന്, ആൽബിക്ക് BP ആണെന്ന് കണക്കാക്കും കേട്ടോ. ആൽബി ഇല്ലേ, ആൽബിക്ക് BP ആണ്. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുക. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ചുവന്ന രക്തകോശം RBC ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും, ഇതിനകത്ത് വായിച്ച ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ. ചുവന്ന രക്തകോശം അതായത് RBC എന്ന് പറയുമ്പോൾ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന്. വെളുത്ത രക്തകോശം അതായത് WBC രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. പ്ലേറ്റ്ലേറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രണ്ടെണ്ണമാണ് ഫൈബ്രിനോജനും പ്ലേറ്റ്ലേറ്റും. ഫൈബ്രിനോജനും പ്ലേറ്റ്ലേറ്റും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുമ്പോൾ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് RBC, രോഗപ്രതിരോധത്തിന് WBC, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ആൽബുമിൻ, രോഗപ്രതിരോധത്തിന് ഗ്ലോബുലിൻ. കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? രക്തലോമികകളുടെ ചെറു സുഷിരങ്ങളിലൂടെ നിന്നും പോഷകഘടകങ്ങളും ഓക്സിജനുമായി കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന രക്തത്തിലെ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. ലിംഫ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് അതായത് ലാക്റ്റിയകളിലേക്ക് പ്രവേശിച്ചിട്ടാണ് ലിംഫ് ഉണ്ടാകുന്നത്. പദാർത്ഥ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവത്തിന്റെയും ലിംഫിന്റെയും പ്രാധാന്യം എന്താണ്? ടിഷ്യൂ ദ്രവത്തിന്റെയും ലിംഫിന്റെയും പ്രാധാന്യം? രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നടക്കുന്നത്. പഠിച്ചു വെക്കണം, രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നടക്കുന്നത് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. കൊഴുപ്പിന്റെ ദഹനപരമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് ലിംഫിലുള്ള ചില വെളുത്ത രക്തകോശങ്ങൾ രോഗപ്രതിരോധത്തിനും സഹായകമാകുന്നു. അപ്പൊ ടിഷ്യൂ ദ്രവം ഒന്ന് ചെയ്യുമ്പോൾ ലിംഫ് വേറൊന്ന് ചെയ്യും. ടിഷ്യൂ ദ്രവത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെ? രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ടിഷ്യൂ ദ്രവത്തിൽ ഒരു ഭാഗം തിരികെ രക്തലോമികകളിലൂടെ രക്തത്തിലേക്ക് തന്നെ എത്തുന്നു. കുറച്ചു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിച്ച് ലിംഫായിട്ട് സംവഹനം ചെയ്യുന്നു. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങളുണ്ട്. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ലിംഫ് ഉണ്ട്, ലിംഫ് വാഹിയുണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ്. അപ്പൊ ലിംഫ് വ്യവസ്ഥയിൽ 3 ലിംഫുകളായിട്ട് ബന്ധപ്പെട്ടത്. ഒന്ന് ലിംഫ് വാഹി, ലിംഫ് നോഡ്. ലിംഫ് വാഹി, ലിംഫ് നോഡ്. പിന്നെ സ്പ്ലീനും അസ്ഥിമജ്ജയും തൈമസ് ഗ്രന്ഥിയും. സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. രക്തത്തിലെ എല്ലാ ഘടകങ്ങളും ലിംഫിൽ അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ലിംഫില് ചുവന്ന രക്തകോശങ്ങൾ, പ്ലേറ്റ്ലേറ്റുകൾ, വലിയ പ്രോട്ടീനുകൾ എന്നിവ കാണപ്പെടുന്നില്ല. എന്നാൽ പ്ലാസ്മയും വെളുത്ത രക്തകോശങ്ങളും ഉണ്ട്. അപ്പൊ രക്തത്തിൽ കാണപ്പെടുന്നതാണ് എന്ത്? RBC, പ്ലേറ്റ്ലേറ്റ്, WBC, പ്ലാസ്മ. ഇതൊക്കെ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മ 55%, പിന്നെ മറ്റ് കോശങ്ങൾ 45% എന്നൊക്കെ പറഞ്ഞില്ലേ. അതില് RBCയും പ്ലേറ്റ്ലേറ്റും വലിയ പ്രോട്ടീനുകളും ഒന്നും ലിംഫിൽ കാണപ്പെടുന്നില്ല. എന്നാൽ പ്ലാസ്മയും WBCയും ഏതിൽ കാണപ്പെടുന്നുണ്ട്? ലിംഫില് കാണപ്പെടുന്നു. ഇനി വിവിധ തരം രക്തക്കുഴലുകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ധമനികളും സിരകളും ലോമികകളും. എന്താ ധമനികൾ? നമ്മൾ നേരത്തെ പഠിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകൾ, കട്ടി കൂടിയതും ഇലാസ്റ്റികയുമായ ഭിത്തി, ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്ന, എല്ലാം ഉയർന്നിട്ടാണ് അല്ലെ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലാണ് ധമനി. കട്ടി കൂടിയതാണ്, ഇലാസ്റ്റികതയുള്ള ഭിത്തിയാണ്, ഉയർന്ന മർദ്ദമാണ്, നല്ല സ്പീഡാണ് അല്ലെ രക്തം ഒഴുകുന്നത്. എന്നാൽ ശരിയാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണ്, ഇടയ്ക്കിടെ വാൽവുണ്ട്, കുറഞ്ഞ മർദ്ദമാണ്, പക്ഷെ വേഗത്തില് രക്തം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇനി ലോമികകളോ? ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്ന കാണുന്ന ചെറുകുഴലാണ്. ഒറ്റനിര കോശങ്ങളിലെ എപ്പിത്തീലിയൻ കോശങ്ങൾ മാത്രമുള്ളതും സൂക്ഷ്മ സുഷിരങ്ങളുള്ളതുമായ ഭിത്തിയാണ്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം ഒഴുകുന്നത്. 3 നന്നായി പഠിച്ചു. ഈ ചെറുകുടലിൽ നിന്നും ലഘു പോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ചെറുകുടലിൽ നിന്നും വില്ലസുകളിലുള്ള ലാക്റ്റിയയിലൂടെ കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച മഹാസിരിയിലെ രക്തത്തിലേക്ക് എത്തുന്നു. നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള രക്തലോമികളുടെ പോർട്ടൽ സിര വഴി, ഇവിടെ മഹാസിര, ഇവിടെ പോർട്ടൽ സിര വഴി കരളിലേക്കും അവിടെ നിന്ന് ഹെപ്പാറ്റിക് സിരയിലൂടെ മഹാസിരയിലെ രക്തത്തിലേക്കും എത്തിച്ചേരുന്നു. ഹൃദയത്തിലെത്തുന്ന ഈ പോഷകഘടകങ്ങളെല്ലാം മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ
ദഹനമൊക്കെ പൂർത്തിയാക്കുമല്ലോ ചെറുകുടലിൽ വെച്ചിട്ട്. ദഹനം പൂർത്തിയായാൽ മാത്രം മതിയോ? അവിടെ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാം അതാത് സാധനങ്ങൾ അതാത് ഭാഗത്തേക്ക് എത്തിപ്പിക്കണം അല്ലേ? എങ്ങനെ എത്തിക്കും? ചെറുകുടലിൽ കാണപ്പെടുന്ന വില്ലസുകൾ ചെറുകുടലിൽ ഏത് കാണപ്പെടുന്നു? വില്ലസുകൾ കാണപ്പെടുന്നു. വില്ലസുകളിൽ ഏത് കാണപ്പെടും? ലാക്റ്റിയ കാണപ്പെടും അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത് നമ്മള്? കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും, കൊഴുപ്പിന്റെ ദഹനഫലമായിട്ട് ഏതുണ്ടാകും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച് മഹാസിരിയിലൂടെ രക്തത്തിലേക്ക് എത്തിച്ചേരും. അവിടെ ഇതൊരു പോയിന്റ്, ഇത് നന്നായിട്ട് ഈ ഒരു ഭാഗം പഠിക്കാം. എന്നിട്ട് ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള രക്തലോമികളുടെ പോർട്ടൽ സിര വഴി എവിടേക്ക് പോകും? കരളിലേക്കും. എന്നിട്ട് അവിടെ നിന്ന് ഹെപ്പാറ്റിക് സിരയിലൂടെ മഹാസിരിയിലെ രക്തത്തിലേക്കും എത്തിച്ചേരും. ഹൃദയത്തിലെത്തുന്ന എല്ലാ പോഷകങ്ങളും മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇനി കരളിലും ചെറുകുടലിലും ഇടയിലുള്ള പോർട്ടൽ സിര ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. പ്രീവിയസ് ചോദ്യം. കരളിനും ചെറുകുടലിനും ഇടയിലുള്ള പോർട്ടൽ സിര ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഇനി കരളിനും മഹാസിരയ്ക്കും ഇടയിലുള്ളതാണ് ഹെപ്പാറ്റിക് സിര കേട്ടോ. ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് പോഷക ഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ ഹാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലിവറിലേക്ക് പോകുന്നത് എന്നാണ് ചോദ്യം. എന്തിനാണ്? ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില പോഷകങ്ങൾ സംഭരിക്കാനും പദാർത്ഥ സംരക്ഷണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നത് ഏതാണ്? കരളാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യപ്പെടുന്നത് ആരാണ്? കരളാണ്. അപ്പൊ ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില പോഷകങ്ങൾ സംഭരിക്കാനും പദാർത്ഥ സംശ്ലേഷണത്തിനും. ഇനി ഹൃദയത്തിന്റെ ഇരട്ട സ്തരാവരണം ഏതാണ്? പെരികാർഡിയം അല്ലെ? ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഘർഷണം കുറയ്ക്കാനും സഹായിക്കും കേട്ടോ. എന്തിനാണ് ഈ പെരികാർഡിയം അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം? ഹൃദയത്തിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരാവരണമാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്യുന്നത് പെരികാർഡിയമാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്നത് ഏതാണ്? ഫ്ലോറയാണ് അല്ലെ? ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഫ്ലോറ. അതേപോലെ നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന മെനിഞ്ചസ് പഠിച്ചിട്ടില്ലേ? ഇനി എന്തിനാണ് ഈ പെരികാർഡിയ ദ്രവം? നമ്മുടെ ഹൃദയത്തെ നമ്മളിപ്പോ പെട്ടെന്നൊക്കെ നല്ല അടിച്ചു വീണ സമയത്തൊക്കെ നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, അതുപോലെ ഘർഷണം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നത് പെരികാർഡിയ ദ്രവമാണ് കേട്ടോ മക്കളെ. പ്രീവിയസ് ആണ്. ഹൃദയത്തിന്റെ സംരക്ഷണ സംവിധാനങ്ങളാണ് സ്റ്റേർണം, വാരിയെല്ല്, നട്ടെല്ല്, പെരികാർഡിയം. പഠിച്ചു വെക്കണം കേട്ടോ. നട്ടെല്ലിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല അല്ലെ? അതാണ് കേട്ടോ ഹൃദയത്തിന്റെ സംരക്ഷണ സംവിധാനങ്ങളാണ് സ്റ്റേർണം, വാരിയെല്ല്, നട്ടെല്ല്, പെരികാർഡിയം. 4 ഓപ്ഷനൊക്കെ തരുമ്പോ അവിടെ മറിയാൻ പാടില്ല കേട്ടോ. ഇതുണ്ടോ ഇതില്ലേ എന്നൊന്നും പറയാൻ പാടില്ല. അതിനാണ് നിങ്ങൾ ഈ ക്ലാസ് പരമാവധി പ്രാവശ്യങ്ങൾ കാണുക കേട്ടോ. പരമാവധി കണ്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ തിങ്കളാഴ്ചയല്ലേ, നിങ്ങൾ ഇന്ന് പഠിച്ചു, ശനിയാഴ്ച വരയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഓരോ ലെസണും ഞാൻ പറയുമ്പോൾ അന്ന് തന്നെ ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾ ഇന്ന് 3, 4 തവണ കാരണം ഇതിൽ നിന്ന് തന്നെ 2, 3 ചോദ്യങ്ങൾ ഉണ്ടാകും. മാർക്ക് ഇവിടെ ഉണ്ടാകും. അടുത്ത വീഡിയോയ്ക്ക് ഓടാതെ തരുന്ന വീഡിയോ നന്നായിട്ട് പഠിക്കുക, തരുന്ന ക്ലാസ്സുകൾ നന്നായി പഠിക്കുക. വേറെ അപ്പയ്ക്ക് ഒരു യൂട്യൂബിന്റെ ഒരു ഇത് കണ്ട് അതിൽ കൂടി എങ്ങനെ കിടന്ന് പാസ് ചെയ്യരുതേ. വ്യക്തമായി പഠിക്കുക. SSCRT തന്നെ പഠിച്ച നല്ല മാർക്ക് കിട്ടും. SSCRT തന്നെ 100% നല്ല ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു മാറ്റുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഞായറാഴ്ച ഫുള്ള് പുതിയ കാര്യങ്ങളൊന്നും ഞായറാഴ്ച പഠിക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഒരാഴ്ച പഠിച്ചത് എല്ലാം റിവിഷൻ ചെയ്യുക കേട്ടോ. അങ്ങനെ പഠിച്ചു പോകണം. അപ്പൊ ഹൃദയത്തിന്റെ സംരക്ഷണ സംവിധാനങ്ങളാണ് സ്റ്റേർണം, വാരിയെല്ല്, നട്ടെല്ല്, പെരികാർഡിയം. ഇനി ഹൃദയത്തിനുള്ളില് 4 അറകളുണ്ട്. അറകൾ 4. മുകളിലായിട്ട് ഇടത് വലത് ഏട്രിയം, താഴെ ഇടത് വലത് വെൻട്രിക്കൽ. അപ്പൊ മുകളിലത്താണ് ഏട്രിയം. നമ്മൾ മുകളിലേക്ക് കയറാൻ ഇപ്പൊ ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മുകളിലേക്കൊക്കെ കയറിപ്പോകാൻ ഏണി ഉപയോഗിക്കും അല്ലേ? മുകളിലേക്ക് കയറിപ്പോകാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഏണി അല്ലേ? ഏണി, ഏട്രിയം, ഏണി. അപ്പൊ താഴെയാണ് ഇടത് വലത് വെൻട്രിക്കൽ. അപ്പൊ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാലോ വെൻട്രിക്കൽ. ഇനി സിരകള് ശ്വാസകോശ സിരിയുണ്ട്, ഊർധ അതോ മഹാസിരിയുണ്ട്. ധമനി, ശ്വാസകോശ ധമനിയുണ്ട്, മഹാധമനിയുണ്ട്. ഇനി വാൽവുകള് ട്രൈകാസ്പീഡ് വാൽവുണ്ട്, ബൈകാസ്പീഡ് വാൽവുണ്ട്, സെമി ലൂണാർ വാൽവുണ്ട്. 3 തരം വാൽവുകൾ ഉണ്ട്. ട്രൈകാസ്പീഡ്, ബൈകാസ്പീഡ്, സെമി ലൂണാർ. ട്രൈകാസ്പീഡ് വാൽവ് എന്ന് പറയുമ്പോൾ വലത് അറകൾക്കിടയിലാണ് കേട്ടോ. ട്രൈ വലത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു ഇതിൽ കോഡ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നറിയാം. ചിലപ്പോൾ എന്നെ വിഡ്ഢിത്തരമാണ് വിളമ്പുന്നത് എന്ന് പറയരുത് കേട്ടോ. ഇപ്പൊ
നമ്മൾ എന്തൊരു കാര്യം ട്രൈ ചെയ്യുന്നതും ഏത് ഉപയോഗിച്ചിട്ടായിരിക്കും? വലത് കൈ ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കാൻ കിട്ടുന്നില്ല, ഇടത് കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ കിട്ടും, പെട്ടെന്നില്ല. വലത് കൈ കൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? എന്തും ട്രൈ ചെയ്യുന്നത് പെട്ടെന്ന് വലത് കൈ കൊണ്ടാണ് അല്ലെ? അപ്പൊ ട്രൈ ചെയ്യുക, വലത് വലത് വലത്. ട്രൈ കാസ് സ്പീഡ് വലത് അറകൾക്കിടയിലാണ്. ബൈ കാസ് സ്പീഡ് ഇടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ബൈ ഇടത്. ബൈക്കാസ് സ്പീഡ് വാൽവ്. സെമി ലൂണർ വാൽവ് മഹാധമനിയുടെയും ശ്വാസകോശ ധമനിയുടെയും ഇടയിലാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ട്രൈ ചെയ്യുന്നത് വലത് കൈ കൊണ്ടാണ്. അപ്പൊ വലത് അറകൾക്കിടയിലാണ് ട്രൈകാസ്പിഡ്, ട്രൈ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇടത്. ഇടത് അറകൾക്കിടയിലാണ് ബൈക്കാസ്പിഡ് വാൽവ്. ഇനി സെമി ലൂണാർ വാൽവ് പറയുമ്പോൾ സെമി ലൂണാർ മഹാധമനിയുടെയും ശ്വാസകോശ ധമനിയുടെയും തുടക്കത്തിലാണ് കേട്ടോ. തുടക്കത്തിൽ. ഇവിടെയെല്ലാം അറകൾക്കിടയിൽ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഊർജ്ജമഹാസിര, സെമി ലൂണാർ, ട്രൈക്കാസ്പീഡ്, അധോ മഹാസിര, ബൈക്കാസ്പീഡ്, ശ്വാസകോശത്തിന്, ശ്വാസകോശ ധമനി, മഹാധമനി എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ 4 അറകളെ കുറിച്ച് പഠിച്ചല്ലോ. 2 ഏട്രിയവും 2 വെൻട്രിക്കിളുമാണ്. ഇടത് ഏട്രിയം ഉണ്ട്, വലത് ഏട്രിയം ഉണ്ട്. ഇടത് വെൻട്രിക്കിൾ ഉണ്ട്, വലത് വെൻട്രിക്കിൾ ഉണ്ട് കേട്ടോ. എന്തിനാണ് ഹൃദയ വാൽവുകൾ? രക്തം ഒഴുകി തിരികെ ഒഴുകാതെ വാൽവുകൾ തടയുന്നു കേട്ടോ. രക്തം തിരികെ ഒഴുകാതെ വാൽവുകൾ തടയുന്നതിനാണ് ഹൃദയ വാൽവ്. വാൽവിന് കംപ്ലൈന്റ് ആണ് എന്ന് പറയാറുണ്ട് അല്ലെ? നമ്മുടെ ഹൃദയത്തിലൂടെയുള്ള രക്തത്തിന്റെ സഞ്ചാരം എപ്രകാരമാണ്? ഊർധ്വ അധോ മഹാസിരകൾ ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന ഓക്സിജൻ കുറഞ്ഞ രക്തം ഏട്രിയത്തിന്റെ സങ്കോചത്താൽ ട്രൈക്കാസ്പീഡ് വാൽവിനുള്ളിലൂടെ താഴെയുള്ള വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അപ്പൊ എപ്പോഴും പഠിക്കണം, വലത് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ കുറഞ്ഞ രക്തമാണ് എത്തുന്നത് എന്ന് കേട്ടോ. വലത് ഏട്രിയത്തിലേക്ക് കേട്ടോ. വലത് ഏട്രിയത്തിലെ എന്താണ്? ഓക്സിജൻ കുറഞ്ഞ രക്തമാണ് എത്തുന്നത്. പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്സിജൻ കുറഞ്ഞ രക്തം എത്തുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിലാണ്. ധമനിയിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് ചെന്നു. ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജൻ കൂടിയ രക്തം ശ്വാസകോശ സിരയിലൂടെ ഇടത് ഏട്രിയത്തിലേക്ക് കേട്ടോ. അപ്പൊ ഓക്സിജൻ കൂടിയ രക്തം എപ്പോഴും കാണപ്പെടുന്നത് ഇടത് ഏട്രിയത്തിലാണ് കേട്ടോ. ഓക്സിജൻ കൂടിയ രക്തം എപ്പോഴും ഇടത് ഏട്രിയത്തിലാണ്. ഓക്സിജൻ കുറഞ്ഞ രക്തം വലത് ഏട്രിയത്തിലാണ്. ഇനി എന്താണ് ജോയിന്റ്? ഇതൊന്നും വായിക്കുന്നുണ്ട് നിങ്ങൾ. എന്താണ് ജോയിന്റ് ഡയസ്റ്റോൾ? 2 വെൻട്രിക്കിളുകളുടെയും, അതായത് വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളുടെയും സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിന്റെ 4 അറകളും താൽക്കാലികമായി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നു. ഈ സമയത്ത് മഹാസിരകളിലൂടെ ഇടത് ഏട്രിയത്തിലേക്കും ശ്വാസകോശ സിരയിലൂടെ വലത് ഏട്രിയത്തിലേക്കും രക്തം പ്രവേശിക്കും. എന്താണ് മനുഷ്യന്റെ രക്തപര്യനം? മനുഷ്യന്റെ രക്തപര്യനം എന്താണ്? ദ്വിപര്യനമാണ് അല്ലെ? എന്താണ് അങ്ങനെ ദ്വിപര്യനം എന്ന് വിളിക്കാൻ കാരണം? ഹൃദയവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും തമ്മിലുള്ള പര്യനം അല്ലെ? സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ഉണ്ട്. ഹൃദയവും ശ്വാസകോശങ്ങളും തമ്മിലുള്ള പര്യനം പൾമണറി പര്യനം നടക്കുന്നു കേട്ടോ. ഹൃദയവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും തമ്മിലുള്ള പര്യനമാണെങ്കിൽ സിസ്റ്റമിക് പര്യനമാണ്. പഠിച്ചു വെക്കണം. ഹൃദയവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും ചേർന്നിട്ടാണെങ്കിൽ അത് സിസ്റ്റമിക് ആണ്. എന്നാൽ ഹൃദയവും ശ്വാസകോശവും തമ്മിലാണെങ്കിൽ പൾമണറി ആണ്. ഹൃദയവും ശരീരഭാഗങ്ങളും തമ്മിലാണെങ്കിൽ സിസ്റ്റമിക്. ഹൃദയവും ശ്വാസകോശവും തമ്മിലാണെങ്കിൽ പൾമണറി പര്യനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിസ്റ്റമിക് പൾമണറി പര്യനത്തിലൂടെ ഒരു ഭാഗത്തുള്ള രക്തം 2 പ്രാവശ്യമായി ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ കണ്ടോ? ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങള് ഇതൊന്ന് മനസ്സിലിരുത്തി ഈ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. രക്തം ശ്വാസകോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനായിരിക്കാം? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ രക്തത്തിലേക്ക് നൽകുന്നതിന് കേട്ടോ. എന്തിനാണ് രക്തം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മുടെ ശ്വാസകോശത്തിൽ ആവശ്യമായത് എന്താണ്? ഓക്സിജൻ ആണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അല്ല. ആ എന്തെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഓക്സിജനെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തം ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു കാർഡിയാക് സൈക്കിളിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ എന്താണ്? അതായത് ഒരു ഹൃദയസ്പന്ദനത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. ഇതാണ് ഹൃദയസ്പന്ദനത്തിന്റെ ഘട്ടങ്ങൾ കേട്ടോ. സിസ്റ്റോളും ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ,
വെൻട്രിക്കിൾ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. ഇത്തരം ഒരു ചക്രം പൂർത്തിയാക്കാൻ ഒരു ഹൃദയസ്പന്ദനത്തിന് 0.8 സെക്കൻഡ് സമയം എടുക്കും. പ്രീവിയസ് ചോദ്യം. ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്ന സമയം, അതായത് 1 മിനിറ്റില് എത്രയാണ്? 0.8 സെക്കൻഡ് സമയം ആണ്. ഇപ്പൊ ഒന്ന് ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് ഒന്ന് കൈവച്ചേ. ആ ഹൃദയസ്പന്ദനത്തിന്റെ എത്രയാണ്? എത്ര സമയമാണ്? ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് അടിക്കാൻ വേണ്ട സമയമാണ് 0.8 സെക്കൻഡ് സമയം. മനുഷ്യന്റെ സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റില് 72 തവണ. 1 മിനിറ്റിൽ എത്ര തവണ അങ്ങനെ അടിക്കും? അടിക്കുന്നില്ല, 72 തവണ 1 മിനിറ്റിൽ കേട്ടോ. പ്രീവിയസ് ആണ്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് അടിക്കാൻ വേണ്ട സമയമാണ് 0.8 സെക്കൻഡ്. എന്താണ് പേസ് മേക്കർ? ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലുള്ളതുമായ SA നോഡിനെയാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ പേസ് മേക്കർ കാണപ്പെടുന്നത് വലത് ഏട്രിയത്തിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. വലത് ഏട്രിയത്തിലാണ് പേസ് മേക്കർ കാണപ്പെടുന്നത്. പൾസ് എന്താണ് രക്തസമ്മർദ്ദം? ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഇലാസ്തികതയുള്ള ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് പൾസ്. നമ്മളിങ്ങനെ പൾസ് ഈ ഇടത് ഹാൻഡിലൊക്കെ വെച്ച് നോക്കും അല്ലെ. ഹൃദയം സങ്കോചിക്കുമ്പോഴും സിസ്റ്റോൾ, പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ഡയസ്റ്റോൾ ധമനിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ആളുടെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. ഇനി അതിൽ കൂടിയാൽ സിസ്റ്റോളിക് പ്രഷർ അല്ലെ, 120ൽ കൂടിയാൽ പ്രഷർ BP കൂടുതലാണ് എന്ന് പറയാം. 80ൽ കുറഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷർ BP കമ്മിയാണ് എന്ന്. രക്തസമ്മർദ്ദ നിരക്ക് അറിയാനുള്ള ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും കേട്ടോ. സ്വിഗ്മോ മാനോമീറ്റർ കയ്യിലിരുന്ന് നമ്മൾ BP നോക്കാറില്ലേ? നോക്കിക്കേ, ഇവിടെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് തന്നിട്ടുണ്ട്. അപ്പൊ രക്തസമ്മർദ്ദ നിരക്ക് BP അളക്കാനുള്ള ഉപകരണങ്ങളാണ് സ്വിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും എന്തെന്ന് വ്യക്തമാക്കുക. രക്തസമ്മർദ്ദം സാധാരണ പരിധിയായ 120 mmHg കൂടുതലാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ കുറവാണെങ്കിൽ ഹൈപ്പോടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. മാനസിക സമ്മർദ്ദവും ഉപ്പിന്റെ അമിത ഉപയോഗവും വ്യായാമക്കുറവും പുകവലിയും മദ്യപാനവും ചില രോഗങ്ങളും പ്രായവും ഒക്കെ ഹൈപ്പർ ടെൻഷന് കാരണമാകാം. നിർജ്ജലീകരണം, ഹൃദയ തകരാറ്, രക്തം നഷ്ടപ്പെടുന്നതും ഒക്കെ ഹൈപ്പോടെൻഷന് കാരണമാകാം. ധാരാളം വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, മാനസിക പിരിമുറുക്കം, അമിതഭാരം, പൊണ്ണത്തടി ഹൃദയാരോഗ്യത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. ഓവർ തടിയൊക്കെ വരുന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കുന്നുണ്ടാവില്ലേ? ആ പഠിക്കുന്ന സമയത്തൊന്നും ആരോഗ്യം ശ്രദ്ധിക്കില്ല, നമ്മുടെ വെയിറ്റ് കൂടും, പലതരം അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂറൊക്കെ നടത്തം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാകുക. കൊഴുപ്പ് കൂടിയ ഭക്ഷണവും വ്യായാമക്കുറവും ശരീരാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ധമനി ഭിത്തിയിൽ കൊഴുപ്പടിയുന്ന അതിറോസ്ക്ലെറോസിസ് സംഭവിച്ചാൽ കൊറോണറി ത്രോംബോസിസും തുടർന്ന് ഹൃദയാഘാതവും വന്നേക്കാം. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ തടസ്സമോ പൊട്ടലോ സ്ട്രോക്കിന് കാരണമായേക്കാം. ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കരുത്, വ്യായാമം ചെയ്യുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ കൊഴുപ്പടി ധമനികളിലൊക്കെ പോയിട്ട് കൊഴുപ്പടിഞ്ഞിട്ട് അതിറോസ്ക്ലെറോസിസ് സംഭവിക്കും. പിന്നെ കൊറോണറി ത്രോംബോസിസം ഇതൊക്കെ സംഭവിക്കുകയാണ് കേട്ടോ. അതായത് രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ്. തുടർന്ന് ഹൃദയാഘാതം ഉണ്ടാകും. തലച്ചോറിലേക്കും രക്തക്കുഴലിലേക്കും തടസ്സം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രോക്കിന് കാരണമാകും. ഈ ലോക ഹൃദയ ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 29 കേട്ടോ. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഇനി സസ്യങ്ങളിലെ സംവഹനങ്ങളായ സൈലവും ഫ്ലോയവും, വേരിൽ നിന്ന് ജലവും ലവണങ്ങളും വഹിക്കുന്നത് സൈലം, ഇലകളിൽ നിന്ന് ആഹാരം സംവഹനിക്കുന്നത് ഫ്ലോയം. ഇനി സൈലത്തിലാണ് ട്രക്കീഡുകളും വെസലുകളും കാണപ്പെടുന്നുണ്ട് കേട്ടോ. സൈലത്തിലെ ട്രക്കീഡുകളും വെസലുകളും കാണപ്പെടുമ്പോൾ ഫ്ലോയത്തില് സീവനാളികളും സഹകോശങ്ങളും കാണപ്പെടുന്നു. സൈലത്തില് ട്രക്കീഡും വെസലും, സൈലത്തിൽ കാണപ്പെടുന്നത് ട്രക്കീഡും വെസലും, ഫ്ലോയത്തില് സീവനാളികളും സഹകോശങ്ങളും. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഘടന എങ്ങനെയാണ്? സൈലത്തിലെ നീണ്ടതും സ്പിൻഡ് ആകൃതിയിലുള്ളതുമായ ട്രക്കിഡുകൾ എന്ന മൃതകോശം ചെറുനരമ്പുകൾ രൂപപ്പെടുത്തുന്നു. പുറകെയുള്ള ഭിത്തി നശിച്ച മൃതകോശമായ വെസലുകൾ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു. ഓസ്മോസിസ് പോലെയുള്ള ചില പ്രക്രിയകളിലൂടെ സൈലത്തിലൂടെയുള്ള ജലലവണ സംവഹനം നടക്കുന്നു. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഓസ്മോസിസ്, സൈലത്തിലൂടെയുള്ള സസ്യങ്ങളിൽ നടക്കുന്ന ജലലവണ സംവഹനം നടക്കുന്നത് പ്രവർത്തനം ഓസ്മോസിസ് ആണ് കേട്ടോ. ഈ ഫ്ലോയത്തിലെ ജീവനുള്ള സീവനാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചവയും കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതുമാണ്. കൂടാതെ സഹകോശങ്ങളും ആഹാരം സുക്രോസ് രൂപത്തിൽ സംവഹനം ചെയ്യാൻ സഹായകമാണ്.
ഊർജം വിനിയോഗിക്കാതെ തന്നെ സൈലത്തിലൂടെയുള്ള ജലസംവഹനത്തിന് സഹായകമായ കാര്യങ്ങൾ നേരത്തെ പഠിച്ചു. ഓസ്മോസിസ്, അതുമൂലം അനുഭവപ്പെടുന്ന റോഡ് പ്രഷർ, കൊഹീഷൻ, അഡ്ഹീഷൻ ബലങ്ങളൊക്കെ. ഫ്ലോയത്തിലൂടെയുള്ള സുക്രോസ് സംവഹനം നടക്കുന്നത് എങ്ങനെയാണ്? ഇലയിലെ ഗ്ലൂക്കോസിനെ സുക്രോസ് ആക്കി ഊർജം ഉപയോഗിച്ച് സീവനാളികളിലേക്ക് കടത്തുന്നു. സൈലത്തിനുള്ളിലുള്ള ജലം എത്തുന്നത് മൂലം കോശങ്ങളിൽ അനുഭവപ്പെടുന്ന ടർഗർ പ്രഷറും സുക്രോസിന്റെ സംവഹനം എളുപ്പമാക്കുന്നു. ചില സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളിൽ അതിരാവിലെ വെള്ളത്തുള്ളികൾ കാണപ്പെടുന്നതിനുള്ള കാരണം ഗട്ടേഷൻ എന്ന പ്രക്രിയയാണ് കേട്ടോ. സസ്യങ്ങളുടെ ഇലകൾ നമ്മളിപ്പോ നേരം വെളുത്ത് നോക്കുമ്പോൾ ഇലകളിലൊക്കെ എന്ത് ചെയ്യും? അരികുകളില് വെള്ളത്തുള്ളികൾ കാണപ്പെടും അല്ലെ, വെള്ളത്തിന്റെ തുള്ളികൾ. അതിന് കാരണം എന്താണ്? ഗട്ടേഷൻ എന്ന പ്രക്രിയയാണ് കേട്ടോ. ഗട്ടേഷൻ എന്ന പ്രക്രിയ, അതായത് ഹൈഡത്തോട് സുഷിരങ്ങളിലൂടെ ജലം പുറന്തള്ളല്. അങ്ങനെ നമ്മള് വലിയൊരു ലെസൺ ആണ് അല്ലെ, 1 മണിക്കൂർ ആയില്ലേ ക്ലാസ് എടുത്തിട്ട്. വലിയ ലെസൺ ആണ്. ഒരുപാട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ ലെസണിൽ നിന്നും PSC ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഞാൻ എത്ര പ്രീവിയസ് PQ പറഞ്ഞ് എഴുതി കാണിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ലെസൺ ആണ്. പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമന്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോയുടെ നേട്ടം, വീഡിയോയുടെ ക്വാളിറ്റി, വീഡിയോയുടെ എല്ലാം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് തരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മള് തുടങ്ങുകയാണ്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, കുറച്ച് പനിയും ചുമയും ഒക്കെ വന്നത് കൊണ്ടാണ് ക്ലാസ് 2 ദിവസം ഇടാതിരുന്നത്. ക്ഷമിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പുതിയ SSCRT എല്ലാം തീർത്തു തരും. ഇംഗ്ലീഷ് മലയാളം ഒപ്പം നിങ്ങളുടെ കൂടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് VFX ഒന്നും പ്രിലിംസ് ഇല്ല. അടുത്ത LD LGS ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് മാസങ്ങളും ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ടൊന്നും നടക്കില്ല. LDക്കും ഒന്നും എന്തില്ല, LGSനൊന്നും പ്രിലിംസ് ഇല്ല. നന്നായിട്ട് ഇപ്പൊ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.